ഹലോ, ഇറ്റ്സ് മീ മിസ്റ്റർ ഫ്രൈൻഡ് റെയിൻസ്. അപ്പോൾ ഇന്ന് മാർച്ച് 19 അപ്പോൾ ഇന്നത്തെ അടുത്ത മൈ ലൈഫിൽ ഫുഡ് അടിക്കാൻ പോവുകയാണ് ഗൈസ്. കമോ. അപ്പോൾ ഫുഡ് അടിക്കാൻ പോകുന്നത് വേറെ എവിടെയല്ല, ഈ കാണുന്നത് എൻ്റെ ഡോപ്പള്ളി ഉണ്ട്. തേക്കാട് ചർച്ച് ക്രിസ്തുമക തന്നെയില്ല. ഞങ്ങളുടെ ഡോപ്പള്ളി എന്ന് പറഞ്ഞാൽ വലിയ കുറേ അധികം ആൾക്കാരൊന്നും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നേരത്തെ സദ്യയുടെ തുടക്കം എന്ന് തന്നെ പറയാം. കാരണം ഒരു ഫാമിലിയിൽ നമ്മൾ ഔസേപ്പിതാവിൻ്റെ മാതാവിൻ്റെയും ഉണ്ണേശിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അവർക്ക് സദ്യ, അതായത് ആ നേരത്തെ സദ്യ വിളമ്പി കൊടുക്കുന്നതാണ് ചടങ്ങ്. ഇപ്പോൾ എല്ലാ പള്ളിയിലും നറുക്കെടുത്തൊക്കെയാണ് ഇത് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഈ പള്ളിയിൽ ഒരു പ്രാവശ്യം ഒരു വെറൈറ്റി ആണ് കേട്ടോ. വെറൈറ്റി എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റീസെൻ്റ്ലി മാമോദീസ് കഴിഞ്ഞ മാതാപിതാക്കളും ആ കുഞ്ഞു ഭാവി, അതാണ് ഈ പ്രാവശ്യം ഞങ്ങളുടെ പള്ളിയിൽ കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ നിൽക്കുന്നില്ലേ കയ്യിൽ ഇങ്ങനെ ഒരു പരിക്കൊക്കെ പറ്റി, അത് ഞങ്ങളുടെ അച്ഛനാണ് കേട്ടോ. കൂടെയുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ സംസാരിച്ചിരിക്കണല്ലേ ആ വീഡിയോ എടുക്കാൻ ചേട്ടൻ്റെ ഒപ്പം, അത് ഞങ്ങളുടെ ഒപ്പം അച്ഛൻ്റെ ഒപ്പം ബന്ധമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിൽ നിന്ന് നേരെ ഞാൻ വന്നത് നമ്മളെ ഫുഡ് അടിക്കാനുള്ള, അതായത് നമ്മൾ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നേരത്തെ സദ്യ കഴിക്കാനാണ്. അതിൽ പ്ലേറ്റൊക്കെ എടുത്ത് ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂ വലിയ നീണ്ട ക്യൂ ഒന്നുമില്ല, അവിടെ ഇവിടെ ആയിട്ടുള്ളതുകൊണ്ട് 2 ക്യൂവും ആവശ്യത്തിന് വേഗത തന്നെ പോകണം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ മൊത്തം ആൾക്കാരാണ്. കുഞ്ഞിരാമായണത്തിൽ പറഞ്ഞ പോലെ ചോറ് വന്നു, സാമ്പാർ വന്നു, അവിയൽ വന്നു, വന്നില്ലേ വന്നു അവിയൽ വന്നു, കൂട്ടുകറി വന്നു, പിന്നെ ഇവിടെ ക്യാബേജും, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കൂട്ടുകറി പോലത്തെ ഒരു കറിയിലും ഈ മത്തങ്ങയൊക്കെ വെച്ചിട്ട് ആ കറിയും വിളമ്പുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ ശ്രീമതി എൻ്റെ അമ്മച്ചിയാണ്, എൻ്റെ മമ്മിയാണ് ആ വിളമ്പുന്നത്. മമ്മി എന്തോ തിരക്കിൽ എന്നെ സ്വന്തം മോനായി എന്നെ പോലും മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ കണ്ടട്ടാ കുറച്ച് കറിയൊക്കെ കൂടുതൽ വരുമെന്ന് ചോദിച്ചു, എന്താണല്ലേ. പിന്നെ അച്ചാറ് കിട്ടി, പപ്പടം കിട്ടി. പപ്പടം കിട്ടി, അച്ചാറും വാങ്ങിച്ച് കഴിയുമ്പോൾ ഞാൻ പെട്ടു. എനിക്ക് പായസത്തിൽ കൂപ്പൺ വെക്കാൻ പറ്റിയില്ല. ഒന്നി ആ ചേച്ചി അടിപൊളിയായിട്ട് എനിക്ക് പായസക്കൂപ്പൻ വെച്ച് തന്നു. പക്ഷേ ആ ഗ്യാപ്പിൽ പഴം ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല, പഴം ഞാൻ ചോദിച്ചു വാങ്ങി ഞാൻ ഫുഡ് അടിക്കാൻ മുന്നോട്ട് പോന്നിട്ടാണ്. സദ്യ കഴിച്ച ശേഷം കുറച്ച് വെള്ളം കുടിക്കണമല്ലോ, കാരണം വെള്ളം ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. വെള്ളം കുടിക്കാന്ന് വെച്ച് ഞാൻ വെള്ളം എടുക്കുന്ന കൗണ്ടറിൽ വന്നു. നമ്മുടെ അവിടുത്തെ ഭാവി തലമുറകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പായസത്തിൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും പായസം ഇങ്ങനെ തീരുന്നു ഫില്ല് ചെയ്യുന്നു. ഫുള്ള് യുവാക്കൾ കീഴടക്കിയൊക്കെ നേരിയായതുകൊണ്ട് കുഴപ്പമില്ല, ഞാനും ഒരു യുവാവാണല്ലോ. എനിവേ ഞാനവിടെ കൂപ്പൺ കൊടുത്തിട്ടാ, പായസത്തിൻ്റെ കൂപ്പൺ കൊടുത്തു. ഞാൻ ആ കൂപ്പൺ വാങ്ങിയത് എൻ്റെ അപ്പം ചേച്ചി എൻ്റെ പൈസ കൊണ്ടുപോയി. വീണ്ടും ഞാൻ പറഞ്ഞേട്ടാ എനിക്ക് കിട്ടിയില്ല, അതൊന്നും കൂടി താടാ. അവൻ തന്നൂട്ടാ, കുഴപ്പമില്ല, ഉടനെ തരുള്ളൂ, എന്നാലും നിങ്ങളതിൻ്റെ തരാമെന്നുള്ളൂ, കുഴപ്പമില്ല, ഹാപ്പിയാണേ. അപ്പോൾ അങ്ങനെ പായസം നമ്മുടെ കയ്യിൽ അങ്ങനെ വളരെ സുരക്ഷിതമായി കിട്ടി. പായസമൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചപ്പോൾ വന്നു മോനെ മഴ. വേറെ ഒന്നും നോക്കിയില്ല, ഞാനും ഓടിയ ഷെഡിൻ്റെ അകത്തേക്ക്. നേരെ അവിടെ ചെന്നപ്പോഴേക്കും ആ നിൽക്കുന്ന നമ്മുടെ കണ്ണിലെ ചേട്ടനാണ്. പിന്നെ നേരത്തെ കണ്ടില്ല നമ്മുടെ ബ്രദറായിട്ട് അവിടെ നിൽക്കണം. ഇത് നമ്മുടെ ഇവിടെയുള്ള ചേട്ടനാണ് കേട്ടോ, സെൽവി ചേട്ടൻ എന്ന് പറയും, പാട്ടുകാരനൊക്കെ കേട്ടോ. ആ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ് എൻ്റെ സ്വന്തം ചേട്ടൻ, പേടിക്കണ്ട. ചേട്ടൻ വളരെ ഹാപ്പിയാണ്, അടിപൊളിയാണ്. അപ്പോൾ നേരെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വേറെ തെരി കുടുംബം മാതാവ് ഉണ്ണിയേശ്വന് കിട്ടിയില്ല, ഇച്ചിരി ഉണ്ണിയേശ്വന് പൊക്കം കൂടി പോയിരുന്നുള്ളൂ. എനിവേ അവിടെ പായസം കുടിക്കുകയാണ്, കുഴപ്പമില്ല. അപ്പം അങ്ങനെ നിന്ന ഗ്യാപ്പിന് മഴയൊന്നും മാറിയപ്പോൾ ഞാൻ നേരെ നമ്മുടെ പള്ളിക്കകത്തേക്ക് കയറിയിട്ടാണ്. ഞങ്ങളുടെ പള്ളിയിൽ അൽത്താരിലൊന്നും കയറി. അവിടെ ഔസേപ്പിതാവിൻ്റെ ഒരു രൂപമുണ്ട്. പിന്നെ ഇവിടെയായിട്ടും ഔസേപ്പിതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട് കേട്ടോ, എന്ത് ഭംഗിയുള്ളതാണ്. പിന്നെ ഔസേപ്പിതാവിൻ്റെ മരണ തിരുനാളാണ്. എല്ലാവർക്കും മരണ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഞാൻ ഒരിക്കൽ കൂടി നേരുകയാണ്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ ഫ്രൈൻഡ് റെയിൻസും അങ്ങനെ പോവുകയാണ്. ഓക്കെ, ബൈ.